ഹായ് മക്കളെ, വിന്നേഴ്സ് കോച്ചിങ് സെൻറ്റർ ഇപ്പോൾ നടക്കുന്ന ഓണം എക്സാമിൻ്റെ ഭാഗമായി ഞങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകളിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സുകാരുടെ ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ എന്നുള്ള പാഠമാണ്. അപ്പോൾ ഈ പാഠം 3ാമത്തെ പാഠത്തിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പാഠം മുഴുവനായിട്ട് നമുക്ക് എക്സാമിന് ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത പോർഷൻ വരെയാണ് നമുക്ക് എക്സാമിനുള്ളത്. ആ ഒരു പോർഷൻ വരെ ആയിരിക്കും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഭാഗങ്ങളിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് പാഠത്തിൻ്റെ പേരൊന്നുകൂടി നോക്കാം. ലോസ് ഓഫ് മോഷൻ ആണ്, ചലന നിയമങ്ങളാണ്. അപ്പോൾ മോഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ നിയമങ്ങൾ, ഈ ലോസ്, നമ്മൾ 2ഓളം ലോസ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. ആകെ മുഴുവൻ 3 ലോസ് ആണ്. അതിൽ ആദ്യത്തെ 2 ലോസ് ആയിരിക്കും ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വേഷൻസും ഉണ്ടാകും. അപ്പോൾ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഫോഴ്സിനെ കുറിച്ചാണ്. റിസൾട്ടന്റ് ഫോഴ്സ് അഥവാ പരിണിത ബലം. ഫോഴ്സിന്റെ യൂണിറ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ അത് പഠിക്കുന്നുണ്ട്, മറന്നു പോകരുത്. ക്യാപിറ്റൽ അക്ഷരം N കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ബലത്തിന്റെ അഥവാ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. നമ്മൾ കാണിക്കാൻ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ അക്ഷരം N. എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ് അഥവാ എന്താണ് പരിണിത ബലം? വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ, ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ the sum of the forces acting on it will be the resultant force or effective force. അപ്പോൾ ഒരു വസ്തുവിൽ ഒന്നിലധികം ബലം നമ്മൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ആകെ ബലങ്ങളുടെ സമ്മ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അവിടുത്തെ പരിണിത ബലം അഥവാ റിസൾട്ടന്റ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 3 പേര് ചേർന്ന് ഒരു ഭിത്തി തള്ളുന്നു. ആ ഭിത്തി നീങ്ങണമെന്ന് സാറ് പറയുന്നില്ല, പക്ഷേ 3 ബലങ്ങൾ അവിടെ ചെലുത്തിയിട്ടുണ്ട് അല്ലെ. ആ 3ഉം കൂടി കൂട്ടുന്നതാണ് അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് അഥവാ പരിണിത ബലം. അപ്പോൾ മറന്നു പോകരുത്, ദ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന എല്ലാ ബലങ്ങളുടെയും തുക, അതിനെ നമുക്ക് എന്ത് പറയാം? റിസൾട്ടന്റ് ഫോഴ്സ് അഥവാ പരിണിത ബലം എന്ന് പറയാം. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഒരു ടോപ്പിക്ക് പറയുന്നു, അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ പറയുന്നത്. വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് 100 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട് ഇൻ ദ ഈസ്റ്റ് ഡിറക്ഷൻ ആൻഡ് 150 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റിൽ കിഴക്ക് ദിശയിലേക്ക്, ഈസ്റ്റ് ദിശയിലേക്ക് 100 ന്യൂട്ടൺ ബലവും ഇനി വെസ്റ്റിലേക്ക്, പടിഞ്ഞാറ് ദിശയിലേക്ക് 150. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു ദിശയിലേക്കുള്ളത് 100 ന്യൂട്ടനും രണ്ടാമത്തെ ദിശയിലേക്കുള്ളത് 150 ന്യൂട്ടനാണ്. 100ഉം 150ഉമാണ്. ഇവിടെ ഫോഴ്സുകൾ ഒരിക്കലും ഈക്വൽ അല്ല. ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ 100 പ്ലസ് 150 എന്നെടുക്കരുത്. കാരണം ഈ 2 ബലങ്ങളും വ്യത്യസ്ത ദിശകളിൽ, വ്യത്യസ്ത ഡയറക്ഷനിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഒന്ന് കിഴക്കോട്ടാണെങ്കിൽ ഒന്ന് പടിഞ്ഞാട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് കിഴക്ക് നിന്നുമാണ്, ഈസ്റ്റിൽ നിന്നുമാണ് ആ വസ്തുവിൽ നിന്ന് പ്രയോഗിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വെസ്റ്റിൽ നിന്നും പടിഞ്ഞാറ് നിന്നുമാണ് രണ്ടാമത്തെ ഫോഴ്സ് നമ്മൾ പ്രയോഗിക്കുന്നത്. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടും 2 ദിശയിലാണ്. അപ്പോൾ 100നോട് 150 കൂട്ടുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മളത് -150 ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും പോസിറ്റീവായിട്ട് എടുക്കരുത്. എന്തുകൊണ്ടാണ് സാർ ഇവിടെ കൂട്ടിയപ്പോൾ -150 എടുത്തത്? ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവര് എതിർ ദിശയിലാണ്. അതുകൊണ്ട് ഒന്ന് പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ രണ്ടാമത്തേത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. മറന്നു പോകരുത്. ഒന്ന് അപ്ലൈ ചെയ്തത് കിഴക്ക് നിന്നും, മറ്റേത് അപ്ലൈ ചെയ്തത് വെസ്റ്റ് അഥവാ നമ്മളെ പടിഞ്ഞാറ് നിന്നുമാണ്. അവർ വിപരീത ദിശയിലായിരുന്നു. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എടുത്തപ്പോൾ, കൂട്ടിയപ്പോൾ ഒരാള് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുത്തു, ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ. 100ഉം -150ഉം കൂടി ആഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? -50 ന്യൂട്ടൺ. നമ്മൾ പെട്ടെന്ന് നമ്മളെ പറ്റിക്കുന്ന ഒരു ചോദ്യമാണത്. അതിവിടെ ദിശകൾ ഒന്ന് നോക്കുക. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ രീതിയിൽ വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. റിസൾട്ടന്റ് ഫോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടെക്സ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചോദ്യമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നും 150 ഇവിടെ എന്ത് ചെയ്യുന്നത്? നോക്കി, ഈ 2 സന്ദർഭങ്ങളിലും 150 തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാം, ബാലൻസ്ഡ് ഫോഴ്സ്. അപ്പൊ തൊട്ടു മുന്നേ കാണിച്ചൊരു ഫിഗർ മക്കളൊന്ന് ശ്രദ്ധിക്കാം. 2 എഡ്ജിൽ നിന്നും നൽകുന്നത് 150 വീതം
അല്ലെ? അപ്പൊ ഇത്തരം ഫോഴ്സുകളെ നമുക്ക് ഒരു പേര് വിളിക്കാം ബാലൻസ്ഡ് ഫോഴ്സ് അഥവാ സന്തുലിത ബലം എന്ന് വിളിക്കാം. If the resultant forces acting on a body is zero, then the force is said to be balanced force. Such forces cannot move an object at rest or change the direction or speed of an object in motion. അതായത് ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം, ആകെ ബലം 0 ആണെങ്കിൽ, 0 ആണെങ്കിൽ അത്തരം ബലത്തെ നമുക്ക് സന്തുലിത ബലം എന്ന് വിളിക്കാം. തൊട്ട് മുന്നേ കണ്ട ഫിഗർ മക്കൾ ഒന്നുകൂടി നോക്കി. തൊട്ട് മുന്നേ കണ്ട ഫിഗറിൽ അപ്പുറത്തെ സൈഡിൽ നിന്നും 150, ഈ വശത്ത് നിന്നും 150, രണ്ട് വശത്ത് നിന്നും 150 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് എടുക്കുന്ന സമയത്ത് 150 പ്ലസ് മൈനസ് 150. എന്തുകൊണ്ട് മൈനസ് 150 എടുത്തു? ആ ദിശയിൽ നിന്നുമാണ് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അപ്പുറത്തെ ദിശയിലേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? ഫിഗർ ചെയ്യുന്നത് ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവൂല. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ്. അപ്പോൾ രണ്ടും വ്യത്യസ്ത ദിശകളിൽ നിന്നാണ്. അപ്പോൾ ഒരാൾ നെഗറ്റീവ് ആയിട്ട് സം ചെയ്യുമ്പോൾ 150 പ്ലസ് മൈനസ് 150 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 0 കിട്ടും. അപ്പോൾ അത്തരം ഫോഴ്സുകളെ നമുക്ക് ബാലൻസ്ഡ് ഫോഴ്സസ് അഥവാ സന്തുലിത ബലം എന്ന് വിളിക്കാം. ഇത്തരം ഫോഴ്സുകൾ കൊണ്ട് ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ഒരു വസ്തുവിനെ മൂവ് ചെയ്യാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അതിൻ്റെ ദിശ, അതിൻ്റെ ഡയറക്ഷൻ മാറ്റാനോ അതിൻ്റെ സ്പീഡിൽ മാറ്റം വരുത്താനോ നമുക്ക് സാധിക്കില്ല. ബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് നമുക്കൊരു വസ്തുവിനെ മോഷനിലേക്കാക്കാനോ നിലവിലുള്ള അതിൻ്റെ സ്റ്റേറ്റിൽ വ്യത്യാസങ്ങൾ വരുത്താനോ നമുക്ക് സാധിക്കില്ല. എപ്പോഴും പഠിച്ചു വെക്കുക, ബാലൻസ്ഡ് ഫോഴ്സ് പഠിക്കുക. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സിന് ശേഷം നമ്മൾ പഠിക്കുന്നതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ആകെ ബലം റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ല എന്നുണ്ടെങ്കിൽ, 0 അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ബലങ്ങളെ നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ്, മലയാളത്തിൽ നമുക്ക് അസന്തുലിത ബലം എന്ന് വിളിക്കാം. അപ്പോൾ അസന്തുലിത ബലം ഉപയോഗിച്ച്, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനോ ചലിപ്പിക്കാനോ, നിലവിൽ അദ്ദേഹം മോഷനിലാണെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കുന്നു? ബാലൻസ്ഡ് ഫോഴ്സ് പഠിക്കുന്നു. ശേഷം നമ്മൾ എന്ത് പഠിക്കുന്നു? അൺബാലൻസ്ഡ് ഫോഴ്സ് അഥവാ അസന്തുലിത ബലം പഠിക്കുന്നു. ബാലൻസ്ഡ് ഫോഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു വസ്തുവിനെ നീക്കാൻ സാധിക്കില്ല. പക്ഷേ അൺബാലൻസ്ഡ് ഫോഴ്സ് അഥവാ അസന്തുലിത ബലം ഉപയോഗിച്ച് നമുക്കൊരു വസ്തുവിനെ നീക്കാനോ നിലവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ മോഷൻ അല്ലെങ്കിൽ അയാളുടെ സ്പീഡിൽ, അയാളുടെ വേഗതയിലേക്ക് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് ഫോഴ്സസും മക്കൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് പഠിക്കേണ്ടതാണ് ഈ പാഠത്തിൽ നമ്മൾ പറയുന്ന പോലെ, പാഠത്തിന്റെ പേര് പറയുന്ന പോലെ ലോസ് പഠിക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അദ്ദേഹം 3ഓളം ലോസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ലോ സ്റ്റേറ്റ് ചെയ്യാൻ മക്കൾ എന്തായാലും പഠിക്കണം. എവറി ഓബ്ജക്ട് കണ്ടിന്യൂസ് ടു ബി എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺടിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്സ്. ഒരു വസ്തു അസന്തുലിതമായ ബലത്തിന് വിധേയമാകുന്നത് വരെ, അൺടിൽ വരെ, ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതായിരിക്കും. ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ, അസന്തുലിതമായ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു ഏത് അവസ്ഥയിലാണോ, മേ ബി അയാൾ നിശ്ചലാവസ്ഥയിലായിരിക്കും, അയാൾ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ എന്തിലായിരിക്കും? ഒരു മോഷനിലായിരിക്കും. ഈ രണ്ട് അവസ്ഥയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തുടർന്നുകൊണ്ടിരിക്കും. എപ്പോ വരെ? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നത് വരെ. അപ്പോൾ ഒന്നാമത്തെ ലോന്റെ ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കാം. ഈ ഒന്നാമത്തെ ലോയിനോട് അനുബന്ധിച്ച് തന്നെ വരുന്ന വേറൊരു കാര്യമാണ് നമുക്ക് ഇനേർഷ്യ, ജഡത്വം. ഇനേർഷ്യ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം വരുന്ന രീതി കൂടി സാർ ഇപ്പൊ പറഞ്ഞു തരും. ആദ്യം തന്നെ ഇനേർഷ്യ നോക്കാം. ഒന്നാമത്തെ ലോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോട് ഒരു സാമ്യമുള്ള കാര്യമാണ്. ഇനേർഷ്യ ഓഫ് എ ബോഡി ഇസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അല്ലെങ്കിൽ ഒരു വസ്തുവിന് അത് ഏതവസ്ഥയിലാണോ, ചിലപ്പോൾ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്, റെസ്റ്റിലാണെന്ന് കരുതാം, അല്ലെങ്കിൽ ആ വസ്തു മോഷനിലാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതാം, അതിൽ തന്നെ തുടർന്ന് പോകാനാണ് അയാൾക്ക് പ്രവണത. അദ്ദേഹത്തിന്റെ ടെൻഡൻസി എന്താണ്? ഒന്നില്ലെങ്കിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനാണ് ടെൻഡൻസി, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് അദ്ദേഹത്തിന്റെ ടെൻഡൻസി. ഈ ടെൻഡൻസിയെ, ഈ പ്രവണതയെ, വസ്തുക്കൾക്കുള്ള ഈ ടെൻഡൻസിയെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനേർഷ്യ. അപ്പോൾ ഇനേർഷ്യ എന്നുള്ള ഭാഗം പറഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞു ഇത് 2 ടൈപ്സ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്കുള്ളത്. 2 തരത്തിലുള്ള ഇനേർഷ്യ അഥവാ 2 തരം ജഡത്വമാണ് ഉള്ളത്. അതിൽ തന്നെ ഒന്നാമതാണ് നമ്മുടെ ഇനേർഷ്യ ഓഫ്
ഓഫ് മോഷൻ. എ ബോഡി ഇൻ യൂണിഫോം മോഷൻ കനോട്ട് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ബൈ ഇറ്റ് സെൽഫ്. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് സ്വയമേ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ആ ഒരു മോഷനിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് മാറാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കില്ല. സമചലനത്തിലുള്ള വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയില്ല. ഇതിനെയാണ് ചലനജഡത്വം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് നോക്കേ. ആളുകൾ ഓടുന്നത്, അത്ലറ്റ്സ് ഓടുന്നത്, ഇപ്പോൾ തൊട്ടു മുന്നേക്ക് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഒളിമ്പിക്സിലൊക്കെ ഇതേപോലെ ഓട്ട മത്സരങ്ങൾ, പ്രത്യേകിച്ച് സ്പ്രിന്റ് ഇനങ്ങൾ, ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് നടക്കുമ്പോൾ അവർ ഓടി ഫിനിഷിംഗ് ലൈനിൽ കഴിഞ്ഞാലും അവർ ഓട്ടം പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അവർ കുറച്ച് ദൂരം കൂടി ഓടി 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 അങ്ങോട്ട് പോകും അല്ലെ. അതെന്താണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇത് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പഠിക്കാൻ പോണത് ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. എ ബോഡി അറ്റ് റെസ്റ്റ് കനോട്ട് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ ഇറ്റ് സെൽഫ്. ദിസ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ചലന ജഡത്വമുണ്ട്, നിശ്ചല ജഡത്വമുണ്ട്. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചത് ചലന ജഡത്വം, ഇത് നിശ്ചല ജഡത്വം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയില്ല. ഇതിനെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു മാങ്ങ കൊമ്പിൽ നിന്നും വീഴുന്നതാണ്. നമ്മൾ മാവിന്റെ കൊമ്പെല്ലാം പിടിച്ച് കുലുക്കുമ്പോൾ മാവ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ആ മാങ്ങയ്ക്ക് ആ റെസ്റ്റിൽ തന്നെ തുടരാനാണ് താല്പര്യം. അപ്പൊ അതിന്റെ ടെൻഡൻസി, അതിന്റെ പ്രവണത, ആ സമയത്ത് ഞെട്ടിട്ട് അതെന്ത് ചെയ്യും? വീഴുന്നു. അപ്പൊ മാങ്ങ നിലത്തേക്ക് വീഴുന്നത്, കൊമ്പ് കൊലുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ മാങ്ങ നിലത്തേക്ക് വീഴുന്നത് ഏത് ജഡത്വമാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അത്ലറ്റുകൾ ഓടിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചു ദൂരം കൂടി ഓടി മുന്നിലേക്ക് പോകുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചു. കുറച്ച് സന്ദർഭങ്ങൾ തരും. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ മുന്നിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരുന്നിരുന്ന ആള് പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ പിന്നിലേക്ക് പോകുന്നത്, ഈ സന്ദർഭങ്ങൾ തന്നിട്ട്, ഇത്തരം സന്ദർഭങ്ങൾ തന്നിട്ട്, അല്ലെങ്കിൽ മാങ്ങ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ താഴേക്ക് വരുന്നത്, അത്ലറ്റുകൾ ഫിനിഷിംഗ് ലൈന് കഴിഞ്ഞാലും കൂടുതൽ ഫ്രണ്ടിലേക്ക് ഓടിപ്പോകുന്നത്, ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ. ഇത് നിങ്ങൾക്കൊരു ബോക്സ് ആക്കി എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സാർ ഓൾറെഡി 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, ശേഷം വരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു മൊമെന്റം. മൊമെന്റം എന്നാൽ ആക്കം. മൊമെന്റം ഓഫ് എ ബോഡി ഇൻ മോഷൻ അല്ലെങ്കിൽ മൊമെന്റം ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഒരു വസ്തുക്കൾക്ക് ഉണ്ടാവുന്ന അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതിൻ്റെ ഒരു മൊമെന്റം എന്ന് പറയുന്നത്, ആക്കം എന്ന് പറയുന്നത്. മൊമെന്റം കണ്ടുപിടിക്കാൻ, മലയാളത്തിൽ ആക്കം കണ്ടുപിടിക്കാൻ M/V, മാസ് ഇൻറ്റു വെലോസിറ്റി. ആ വസ്തുവിന്റെ മാസും അതിന്റെ വെലോസിറ്റി കൂടിയും നമ്മൾ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് മൊമെന്റം. മൊമെന്റം അഥവാ ആക്കം കാണിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്താണ്? P ആണ് അക്ഷരം. P = M/V. എന്താണ്? M മാസ് ആണ്. എന്താണ്? V വെലോസിറ്റി ആണ്. മാസിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? കിലോഗ്രാം ആണ് അല്ലെ. ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മൊമെന്റം അഥവാ ആക്കത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നിങ്ങൾക്ക് എഴുതാം. എപ്പോഴും ആലോചിക്കാം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് രണ്ടും കൂടി എഴുതുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, ശേഷം ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഇത് തന്നെ നമുക്ക് എക്സാംസിന് ചോദിക്കത്തുള്ളൂ. മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഒരു സദിശ അളവ് കൂടിയാണ്. മറന്നു പോകരുത്, മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, സദിശ അളവാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ന്യൂട്ടൺസ് ക്രഡിൽ എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കുക, ഇത് ഇവിടെ മൊമെന്റത്തിന്റെ നിരക്കിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ മൊമെന്റം ഉള്ള ഒരു വസ്തു ഒന്നിടിക്കുന്നു, അത് പോയി അവിടെ അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നു, വീണ്ടും വരുന്നതാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു കാര്യമാണ് ഈ റേറ്റ് ഓഫ് മൊമെന്റം നമ്മൾ പഠിക്കുന്നത്. റേറ്റ് ഓഫ് മൊമെന്റം നമ്മൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം. മൊമെന്റം, ആദ്യത്തെ ഒരു മൊമെന്റം നമുക്ക് P = mv. ഇവിടെ നമ്മൾ 2 മൊമെന്റം, 2 ആക്കങ്ങൾ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം സാർ എടുക്കുന്നു, P1 എന്ന് എഴുതുന്നു. അതിന് M/U. എന്തുകൊണ്ട് U എടുത്തു? നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ കാണിക്കുമ്പോൾ U, കാരണം മാസിൽ മാറ്റം വരുന്നില്ല,
യു, അതായത് വെലോസിറ്റിയിലായിരിക്കും മാറ്റം വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കുമ്പോൾ P1 എന്ന് എഴുതിയതിന് ശേഷം m ഇൻറ്റു യു എന്ന് എഴുതി. ഇനി ഫൈനൽ മൊമെന്റം എഴുതുമ്പോൾ P2 എന്ന് എഴുതിയിട്ട് m ഇൻറ്റു വി എന്ന് എഴുതി. ഫൈനൽ വെലോസിറ്റി അല്ലേ, അപ്പൊ ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കുമ്പോൾ വി എന്ന് എഴുതി. ചേഞ്ച് ഇൻ മൊമെന്റം ആകുമ്പോൾ P2 മൈനസ് P1. P2 മൈനസ് P1 എന്ന് പറയുമ്പോൾ MV മൈനസ് MV. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. P1 എഴുതി, P2 എഴുതി. ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാൻ P2 മൈനസ് P1 എന്ന് നമുക്ക് ഇക്വേഷനിലേക്ക് എത്താം. ഇനി ഇതിന്റെ റേറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ, നിരക്കാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? MV മൈനസ് MU ബൈ ടി എന്നായിരിക്കും നമ്മളുടെ ഇക്വേഷൻ അഥവാ സമവാക്യം വരുന്നത്. MV മൈനസ് MU ബൈ ടി എന്നായിരിക്കും നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ സാർ എഴുതിയിരിക്കുന്നത് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ, മൊമെന്റത്തിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ ഉള്ളൊരു സമവാക്യമാണ് MV മൈനസ് MU ബൈ ടി എന്നുള്ളത്. അപ്പൊ അതിന് ഇനീഷ്യൽ മൊമെന്റം എഴുതണം, ആദ്യ ആക്കം എഴുതണം, അന്ത്യമാക്കം അഥവാ നമ്മളുടെ ഫൈനൽ മൊമെന്റ് എഴുതണം, അവർ തമ്മിലുള്ള വ്യത്യാസവും എഴുതണം. ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം അറ്റ് റെസ്റ്റ്. When a force is applied on it for 5 seconds, its velocity changes to 30 seconds. Find the change in momentum. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഉണ്ട്. ഈ ബോഡിയുടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വസ്തുവിന്റെ മാസ് 20 കിലോഗ്രാം. മക്കളെ, മാസിൽ മാറ്റം വരില്ല. ഓക്കെ, അപ്പൊ മാസ് 20 കിലോഗ്രാം. ഇത് റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. റെസ്റ്റിലാണെന്നെങ്കിൽ അത് അനങ്ങുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾ ആലോചിക്കുക. അനങ്ങാതെ ഇരിക്കുന്ന ഒരാള് വെലോസിറ്റി 0 ആയിരിക്കും. യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിന്റെ ഫൈനൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് 5 സെക്കൻഡ് കൊണ്ടാണ് 0-യിൽ നിന്നും 30 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റി പ്രവേഗത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ഒരു ടൈമും തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? 5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് കണ്ടുപിടിക്കേണ്ടത്, ആക്കത്തിലെ വ്യത്യാസം. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. P = MV യിലെ 20 × 0. എന്തുകൊണ്ട് 0 വന്നു? തുടക്കത്തിൽ ആ വസ്തു ചലിക്കുന്നുണ്ടോ? ഇല്ല, അതൊരു റെസ്റ്റിലാണ്. അപ്പോൾ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് 20 × 0. ഇനി ഫൈനൽ മൊമെന്റം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് 20 × 30. എന്തുകൊണ്ട് ഇവിടെ 30 വന്നു? 5 സെക്കൻഡ് കഴിഞ്ഞപ്പോ അവിടെ 0 ആയിരുന്ന വെലോസിറ്റി പ്രവേഗം 30 സെക്കൻഡ് ആയി. ദേ കിടക്കുന്നു, 30 സെക്കൻഡ് ആയി. അപ്പോൾ 20 × 30. മാസിൽ വ്യത്യാസമില്ല. അപ്പൊ മുകളിലും താഴെ 20 തന്നെ. ഇനീഷ്യൽ മൊമെന്റം കിട്ടി, ഫൈനൽ മൊമെന്റം കിട്ടി. സോ നമ്മൾ ഈ ഫൈനൽ മൊമെന്റം 20 × 30 എന്ന് പറയുമ്പോൾ 600. 20 × 30 എന്ന് പറയുമ്പോൾ 600 ആണ്. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. P2 മൈനസ് P1 ചെയ്താൽ മതി. ഫൈനൽ മൊമെന്റത്തിൽ നിന്നും അന്ത്യാക്കത്തിൽ നിന്നും ആദ്യമാക്കം കുറക്കാം. 600-ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? നമുക്ക് ഒരു 0 കുറച്ചാൽ മതി. 600-ൽ നിന്നും 0 കുറച്ചാൽ 600 തന്നെ. അപ്പൊ ആൻസർ എന്ത് വരും? 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിന്റെ യൂണിറ്റ്? മൊമെന്റം അഥവാ ആക്കത്തിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്ന. ഇത്തരം ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ശേഷം നമ്മൾ ഇതിന്റെ റേറ്റ് കൂടി കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി റേറ്റ് കൂടി കണ്ടുപിടിക്കാൻ നമ്മളോട് പറയണമെങ്കിൽ ഈ 600-നെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടൈം ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എത്ര സെക്കൻഡ് ആണ്? 5 സെക്കൻഡ് ആണ്. അപ്പൊ 5 സെക്കൻഡ് 600 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ റേറ്റ് കൂടി നിരക്ക് കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 600 ഡിവൈഡഡ് ബൈ 5, 600-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഇത്ര വിൽ ബി 120 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ടൈം കൊണ്ട്, മക്കളെ നിരക്കാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ടൈം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തിരിക്കണം. തൊട്ടു മുന്നേ 600 എന്നുള്ള ഉത്തരം കണ്ടുപിടിച്ചത് വെറുതെ ചേഞ്ച് ഇൻ മൊമെന്റം മാത്രമാണ്. മറന്ന് പോകരുത്. റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ബൈ ടി ഉള്ള കാര്യം ഓർക്കുക. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിൽ വെച്ച് വെക്കുക. ഇതേപോലെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മക്കൾക്ക് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫസ്റ്റ് ലോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ലോയിലേക്ക് പോവാം. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ദ ചേഞ്ച് ഓഫ് മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേരനുപാതത്തിലായിരിക്കും. ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് പരിണിത ബലത്തിന്റെ ദിശയിലായിരിക്കും. അവിടെ നടക്കുന്ന ആ ബലത്തിന്റെ, നമ്മൾ കൊടുക്കുന്ന ബലത്തിന്റെ ദിശയിലായിരിക്കും, റിസൾട്ടന്റ് ഫോഴ്സിന്റെ ദിശയിലായിരിക്കും എന്ത് നടക്കുന്നത്? ആക്ക വ്യത്യാസത്തിന്റെ ദിശ എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്
ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ആ ഒരു എന്ത് ആക്ക വ്യത്യാസം സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സെന്റൻസ് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതുവരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഈ ലോ പഠിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം കുറച്ച് റൂൾസ് അല്ലെങ്കിൽ അതിനോടൊപ്പം കുറച്ച് ഡെറിവേഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. മക്കൾ ആ ഡെറിവേഷൻസ് ഒന്ന് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ എം വി മൈനസ് എം യു ബൈ ടി എന്ന് എഴുതി അല്ലെ. നമ്മൾ നേരത്തെ എഴുതിയതാണ് എം വി മൈനസ് എം യു ബൈ ടി. ഇവിടെ നോക്കിയാ ഈ വി മൈനസ് യു ബൈ ടി, എം കോമൺ അല്ലേ, എം പൊതുവായിട്ടുള്ളതല്ലേ, എമ്മിന് അവിടെ തന്നെ നിർത്താം. വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ളതല്ലേ വി മൈനസ് യു ബൈ ടി. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് വി മൈനസ് ടു ബൈ ടി എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പൊ എന്ത് വന്നു, എം ഇൻറ്റു എ വന്നു. അപ്പൊ സെക്കൻഡ് ലോ നമ്മൾ പഠിക്കുന്നു, ന്യൂട്ടന്റെ രണ്ടാം നിയമം പഠിക്കുന്നു, ശേഷം വേറൊരു ഇക്വേഷനിലേക്ക് നമ്മൾ പോകണേണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പ്രൊപ്പോർഷണാലിറ്റിയുടെ ചിഹ്നം, അനുപാതികത്തിന്റെ ചിഹ്നമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ ചിഹ്നം നമുക്കൊന്ന് കളയണം. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഈ കെ, ക്യാപിറ്റൽ അല്ല സ്മോൾ ലെറ്റർ കെ. എന്താണ് കെ, എവിടെ നിന്ന് കെ വന്നു, കെ ഈസ് എ കോൺസ്റ്റന്റ്, ഒരു സ്ഥിര സംഖ്യയാണ്, കെ ഇൻറ്റു എം എ. അപ്പോൾ കെ ഈസ് എ കോൺസ്റ്റന്റ്, കെ ഒരു സ്ഥിര സംഖ്യയാണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു, എഫ് ഈസിക്കൽ ടു എം എ. കെയുടെ വാല്യൂ 1 ആയി എടുത്തു കഴിഞ്ഞാൽ, കെയുടെ വാല്യൂ 1 ആയി എടുത്തു കഴിഞ്ഞാൽ കെ എഫ് ഈസിക്കൽ ടു എം എ എന്നാണ് വരുന്നത്. ഓക്കെ ആണെന്ന് കരുതാണ്. ഇത്രയും പോർഷൻസ് ആണ് ആക്ക വ്യത്യാസ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വരെയാണ് നമുക്ക് ഓണം എക്സാമിന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, സിലബസ് പ്രകാരമൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇനേർഷ്യ പഠിക്കണം, 2 ലോസ് പഠിക്കണം, 2 ഫോഴ്സസ്, അൺബാലൻസ്ഡ് ഫോഴ്സും ദെൻ ബാലൻസ്ഡ് ഫോഴ്സും, സന്തുലിത ബലവും അസന്തുലിത ബലവും ഒക്കെ പഠിക്കാം. ഇനി റേറ്റ് ഓഫ് ചേഞ്ചും ഓഫ് മൊമെന്റമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് മക്കൾ പഠിക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, അതിന്റെ സന്ദർഭങ്ങൾ മക്കളൊന്ന് പഠിക്കാം. അത്രയും കാര്യങ്ങളെ നമുക്ക് തേർഡ് ചാപ്റ്ററിൽ നിന്ന് വേണ്ടതായിട്ട് വരുള്ളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, തുടർന്നും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ, മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളും മക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവിധ സപ്പോർട്ടുകളും ഈ ഓണം എക്സാമിന് വിന്നേഴ്സ് കോച്ചിങ് സെന്ററിന്റെ ഭാഗം ഉണ്ടാവും. താങ്ക് യു.